എൻ്റെ പനത്തടിയുള്ള വീട്ടിൽ നിന്നും ഞാൻ നല്ല രസമാണ് നമ്മളെ ഈ റോഡിലെ റൈഡ്. എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മായിത്തി ചെക്ക് ഡാമാണ്. എൻ്റെ പനത്തടിയുള്ള വീട്ടിൽ നിന്നും ഞാനും നബയും കൂടി ഇങ്ങനെ ഒരു ബുള്ളറ്റ് റൈഡിലൂടെ താഴോട്ട് പോവാണ്. സ്ഥലം ഏതാണെന്ന് കാണിച്ചു തരാം. പോകുന്ന സ്ഥലം നല്ല രസമാണ് നമ്മളെ ഈ റോഡിലെ റൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. നല്ല വളവും ചെരിവും ഇറക്കവും തോട്ടവും ഒക്കെ ആയി ഫുൾ വൈബ്. Wow, the sound is amazing. എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മായിത്തി ചെക്ക് ഡാമാണ്. മായിത്തി ചെക്ക് ഡാം എന്ന് പറഞ്ഞെങ്കിൽ പനത്തടിയുടെ കുറച്ച് അയൽ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. അതായത് ഒരു പുഴയുടെ കുറുകെ കടന്നു പോകുന്ന ഒരു പാലമാണ് ഈ ചെക്ക് ഡാം. അതായത് ഈ പുഴ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം. ഇതിലെ നിരവധി ബന്തെടുക്ക, കാസർഗോഡ് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നമുക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പാലം വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നതാണ് ഈ കാണുന്ന തൂക്കുപാലം. നമ്മളെ ഈ ഗൾഫിലെ തിരക്കിൻ്റെ ഇടയിൽ നിന്നും ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് രസം അറിയാം. മനസ്സിൽ നല്ലൊരു കുളിർമ. നബ പറയുന്നത് ഇതൊന്നും വലിയ സംഭവമല്ല. നബ ഇവർക്ക് കണ്ട് ഞാനും കുറെ കണ്ടതാണ്. പക്ഷെ കുറെ വർഷത്തിന് ശേഷം കാണുമ്പോൾ വാവ് ഫീലിംഗ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമ്മളൊരു പൊളിച്ചാൽ എന്ന ടൗണിൽ പോയിട്ട് ബീഫൊക്കെ വാങ്ങിച്ചിട്ട് ഉച്ചക്കൊരു ബീഫ് കൂട്ടി തകർക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് കോളിച്ചാൽ ടൗൺ. കല്ലാർ പഞ്ചായത്തും പനത്തടി പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ഈ കോളിച്ചാൽ ടൗണിലാണ് എൻ്റെ ബ്രദർ നാസറിന്റെ വീടും അതുപോലെ തന്നെ ഷോപ്പും ഒക്കെ ഉള്ളത്. ഈ കാണുന്ന പാലമാണ് കല്ലാർ പഞ്ചായത്തിന്റെയും പനത്തടി പഞ്ചായത്തിന്റെയും അതിർത്തിയായിട്ട് വരുന്നത്. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് വരുമ്പോൾ പാലത്തിന്റെ ഇപ്പുറത്തും അപ്പുറത്തും യഥാക്രമം കല്ലാർ പനത്തടി പഞ്ചായത്താണ്. ഞങ്ങളുടെ കടയുള്ളത് ഇപ്പുറത്ത്, അതായത് കല്ലാർ പഞ്ചായത്തിലാണ്. എന്റെ 2 സഹോദരങ്ങളാണ് ഈ കാണുന്നത്, അബ്ദുൽ റഹ്മാനും അബ്ദുൽ നാസറും. ഇതിൽ അബ്ദുൽ നാസറാണ് ഈ കട നടത്തി വരുന്നത്. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും വരുമ്പോൾ നേരെ മുൻപിലായി തന്നെ KC സ്റ്റോഴ്സ് എന്ന പേരിലുള്ള ഈ പലചരക്ക് കട വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. മാത്രമല്ല മനോഹരമായ കോളിച്ചാൽ പുഴയോട് ചേർന്നുമാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. എതിർവശത്തായി ഞങ്ങൾ മീൻ, വെജിറ്റബിൾസ് വാങ്ങാറുള്ള കടയും കാണാം. ഇവയെല്ലാം വരുന്നത് ഈ പുഴയോട് ചേർന്നു തന്നെയാണ്. ഇത് നമ്മുടെ ബീരാൻകായുടെ കടയാണ്. ബീരാൻക അവിടെയുണ്ട്. ഇവിടെ നിന്ന് ഇറച്ചി ഓർഡർ ചെയ്യണം. പക്ഷെ വെട്ടുന്നത് താഴെയാണ്. ഇല്ല, ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ കുറച്ച് കടയെത്തി. കോളിച്ചാല് ടൗണിൽ നിന്നും അല്പം മാറിയാണ് ബീരാൻകയുടെ കടയുള്ളത്. ബീരാൻക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റെ ഉപ്പയുടെ ഒക്കെ ഫ്രണ്ടാണ് ശരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെയും കോൾഡ് സ്റ്റോറേജുകൾ ഉണ്ടെങ്കിലും ഞാൻ സ്ഥിരമായി ബീരാൻകയുടെ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങാറുള്ളത്. താഴെ നിന്നും വെട്ടി അതിനെ പീസാക്കി ഇതുപോലെ മുകളിലേക്ക് എത്തിച്ചു തരും. അങ്ങനെ ബീഫും വാങ്ങി ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്കും. ജുമാക്ക് പോകേണ്ട സമയമാകുമ്പോഴേക്കും ശക്തമായ കാറ്റും മഴയും വന്നു തുടങ്ങി.
കുറെ നേരം കാത്തിരുന്നു. എന്നിട്ട് മഴ കുറച്ച് കുറഞ്ഞപ്പോൾ ഞാനും ബ്രദർ അബ്ദുറഹ്മാനും കൂടി പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഉമ്മ ഇന്ന് ഫ്രൈഡേ സ്പെഷ്യൽ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഉമ്മയ്ക്ക് നല്ല പഴം ചക്ക മുറിച്ച് വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും തിരിച്ചു പോയി കഴിക്കണം. അപ്പോൾ നാട്ടിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ മറ്റൊരു വിശേഷവുമായി ഉടനെ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ഗുഡ് ബൈ.